ഗുഡ് ഈവനിങ് ഓൾ. നമ്മളുടെ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് 2 സെഷൻസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളുടെ തേർഡ് സെഷനാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ തേർഡ് സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മളുടെ തേർഡ് സെഷനിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്നോടൊപ്പം നമ്മൾക്ക് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രാഗി മാഡവും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അക്ഷര മാം നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഉണ്ട്. എല്ലാവരെയും നമ്മുടെ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഓൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ 3യിൽ ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്നുള്ളതാണ് നമ്മുടെ തേർഡ് സെഷനിൽ നമ്മൾ നൽകിയിരിക്കുന്ന പേര്. അപ്പൊ ഈ സെഷന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള BA സോഷ്യോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, നമ്മൾ ഇന്ന് നമ്മളുടെ BA സോഷ്യോളജിക്കകത്ത് നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടൈം ടേബിൾ റിലീസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, അതായത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അക്കാദമിക് സർവീസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പാർട്ട്, നമ്മുടെ തേർഡ് സെഷനിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡീകോഡിംഗ് ദ സിലബസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് ഇയർ സോഷ്യോളജിയിൽ, അതായത് BA SOH എന്നുള്ള സബ്ജക്ട് എന്ന കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് 8 സബ്ജക്റ്റുകളാണ്. അതായത് 4 കോർ പേപ്പറും 4 എലക്റ്റീവ് സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് നമ്മളുടെ കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, then BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1, then BSOC 103 Introduction to Sociology 2, BSOC 104 Sociology of India 2. ഇത്രയാണ് നമ്മളുടെ സോഷ്യോളജിയുടെ മെയിൻ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്, കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മറ്റ് എലക്റ്റീവ് പേപ്പേഴ്സുകളാണ്. എലക്റ്റീവ് പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്, BEGAE 182 English Communication Skills, then BPAG 171 Disaster Management, then BGDG 172 Gender Sensitization, Society and Culture. ഇത്രയുമാണ് നമ്മളുടെ എലക്റ്റീവ് കോഴ്സസ് ആയിട്ട് വരുന്നത്. സോ ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് മറ്റ് എലക്റ്റീവ് കോഴ്സസുകളുടെ പേര് കാണാമെങ്കിലും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ ലെക്ചർഷിപ്പ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ എലക്റ്റീവ് കോഴ്സസുകളിലായിരിക്കും. മറ്റ് എലക്റ്റീവ് കോഴ്സസുകളുടെ മെറ്റീരിയൽ മാത്രമായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ സെക്കൻഡ് ഇയറിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലെ നമ്മുടെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് 10 സബ്ജക്റ്റുകളാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത്. ഇതിനകത്ത് 6 കോർ പേപ്പറും 4 എലക്റ്റീവ് സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. സബ്ജക്റ്റുകളുടെ പേരെന്ന് പറയുന്നത് BSOC 105 പൊളിറ്റിക്കൽ സോഷ്യോളജി, then BSOC 106 Sociology of Religion, BSOC 107 Sociology of Gender, then BSOC 108 Economic Sociology, BSOC 109 Sociology of Kinship, BSOC 110 Social Stratification. ഇത്രയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ബാക്കിയുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എലക്റ്റീവ് പേപ്പേഴ്സുകളാണ്. എലക്റ്റീവ് പേപ്പേഴ്സിന്റെ ലിസ്റ്റ്, അതായത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് ഗൈഡൻഷിപ്പ് നൽകുന്ന, സപ്പോർട്ട് നൽകുന്ന എലക്റ്റീവ് കോഴ്സസിന്റെ പേരുകളും മറ്റു വിവരങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. സോ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എലക്റ്റീവ് കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന എലക്റ്റീവ് കോഴ്സസ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിൽ നമ്മുടെ തേർഡ് ഇയറിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മളുടെ തേർഡ് ഇയറിൽ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് BSOC 111 Sociological Thinkers 1, then BSOC 112 Sociological Research Methods 1, then BSOC 113 Sociological Thinkers 2, then BSOC 114 Research Methods 2, BSOE 141 Urban Sociology, BSOE 143 Environmental Sociology, BANE 143 Tribal Cultures of India, then BSOE 144 Reading Ethnographies. ഇത്രയാണ് നമ്മളുടെ ലേൺ വൈസ് സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് തേർഡ് ഇയറിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ അഡീഷണൽ ആയിട്ട് നമുക്ക് നമ്മളുടെ എലക്റ്റീവ് സബ്ജക്റ്റുകളുടെ ലിസ്റ്റിനകത്ത് വരുന്നതാണ് BSOE 142 Indian Sociological Traditions, then BANE 1
144 വിഷ്വൽ ആന്ത്രോപോളജി. ഈ രണ്ട് സബ്ജക്റ്റിന്റെ മെറ്റീരിയൽ സപ്പോർട്ട്സ് മാത്രമേ ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. സോ ഈ ഒരു തേർഡ് ഇയറിലേക്കും നമ്മളുടെ എലക്ടീവ് കോഴ്സസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ നമ്മളുടെ മറ്റ് സിലബസ് മാപ്പിംഗിലേക്ക് പോകുന്ന സിലബസ് മാപ്പിംഗിൽ എസ്പെഷ്യലി സോഷ്യോളജിയുടെ രണ്ട് കോഴ്സസുകൾ നമ്മൾക്കുണ്ട്, ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് BA SOH അതായത് 3 ഇയേഴ്സിന്റെ ഹോണേഴ്സ് ഡിഗ്രിയും ദെൻ BA FSO എന്നുള്ളത് 4 ഇയേഴ്സിനകത്ത് വരുന്ന കോഴ്സസും ഉണ്ട്. അപ്പൊ ഇവരുടെ BA FSOയിൽ വരുന്ന സമയത്ത് നമ്മളുടെ കോഴ്സസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരേ സബ്ജക്ട് സോഷ്യോളജിയിലാണ് നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മളുടെ പേപ്പറുകളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പേപ്പേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1, ദെൻ BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1. ദെൻ നമുക്ക് പഠിക്കാനുള്ള മറ്റ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. ദെൻ BEDSB 101 വാല്യൂ എഡ്യൂക്കേഷൻ, BCOS 186 പേഴ്സണൽ സെയിലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, then BCOS 185 entrepreneurship, BCOG 171 Indian society images and realities, then BPAG 171 disaster management, BCOS 183 computer application in business, then BPAS 184 logistics management, BPCS 183 emotional intelligence, BEGS 183 writing and study skills. ഇത്രയാണ് നമ്മളുടെ കോഴ്സസ് ആയിട്ട് BAFSൽ നമ്മൾ വരുന്ന പ്രധാനപ്പെട്ട കോഴ്സസ് ഫസ്റ്റ് ഇയറിനകത്ത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇയറിൽ വരുന്ന സമയത്ത് നമ്മുടെ കോഴ്സസിനകത്ത് നമുക്ക് മെറ്റീരിയൽ സപ്പോർട്ട്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ആ കോഴ്സസ് മെറ്റീരിയൽ സപ്പോർട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആണ് നമ്മൾ ഈ കാണുന്ന ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ നമ്മളുടെ BFS കോഴ്സസിൽ പ്രധാനമായിട്ടും മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് 4 കോർ പേപ്പേഴ്സ് ആണ്, കമ്പൽസറി കോർ പേപ്പേഴ്സ് ആണ് ഉണ്ടാവുക. ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസും ദെൻ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസും ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് നമ്മളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദെൻ നമ്മുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ അകത്ത് വരുന്നത് BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ആണ്. ദെൻ നമുക്ക് 2 മൈനർ പേപ്പേഴ്സ് പഠിക്കാനായിട്ടുണ്ടാവും. അതിനകത്ത് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടിയുള്ള മൈനർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് സൈക്കോളജിയുടെ 2 മൈനർ പേപ്പേഴ്സ് ആണ് നമ്മൾക്ക് BFSOയിൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുന്നത്. ദെൻ നമ്മളുടെ സിലബസിന്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സബ്ജക്റ്റിനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് പേപ്പറാണ് BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1. ഇതിനകത്ത് നമ്മളുടെ സബ്ജക്റ്റുകൾ യൂണിറ്റുകളെ നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്നത് ഓരോ ബ്ലോക്ക് വൈസ് ആണ് നമ്മുടെ യൂണിറ്റുകളെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ബ്ലോക്കിനകത്തും ഒരു നിശ്ചിത കൗണ്ടിലുള്ള യൂണിറ്റുകൾ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഇതിനകത്ത് 2 യൂണിറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Unit 1 thinking sociologically and Unit 2 emergence of sociology and social anthropology. Then block 2 relationship of sociology with other social sciences. Then ഇതിനകത്ത് Unit 3 relationship of sociology with anthropology, Unit 4 relationship of sociology with psychology, Unit 5 relationship of sociology with history, then Unit 6 relationship of sociology with economics, Unit 7 relationship of sociology with political science. Okay, ദെൻ ബ്ലോക്ക് 3യിലേക്ക് വരുന്ന സമയത്ത് ബേസിക് കോൺസെപ്റ്റുകളാണ് ബ്ലോക്ക് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് Unit 8 കൾച്ചർ ആൻഡ് സൊസൈറ്റി, Unit 9 സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി, ദെൻ Unit 10 അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, Unit 11 സ്റ്റാറ്റസ് ആൻഡ് റോൾ, Unit 12 സോഷ്യലൈസേഷൻ, Unit 13 സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, Unit 14 സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച്. ദെൻ നമ്മളുടെ അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1. ഇതിനകത്ത് നമ്മൾക്ക് പഠിക്കാനുള്ള ബ്ലോക്കുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ബ്ലോക്ക് 1-നകത്ത് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ്, അതായത് സബ്ജക്ട് പോലെ തന്നെ സോഷ്യോളജി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സോഷ്യോളജിയുടെ എമർജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് BSOC 102 എന്നുള്ളത്. ഇതിനകത്തെ ആദ്യത്തെ ബ്ലോക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ് എന്നുള്ളതാണ്. Unit 1 ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സസ്, Unit 2 colonial discourse, Unit 3 nationalist discourse, Unit 4 subaltern critic. Then block 4 interrogating Indian society 1 എന്നുള്ളതാണ്.
Unit 5 caste, Unit 6 tribe, Unit 7 village, town and city, Unit 8 agrarian class, Unit 9 industry and labor. Then block 3ലേക്ക് വരുന്ന സമയത്ത് interrogating Indian society 2 എന്നുള്ളതാണ്. അതായത് ബ്ലോക്ക് 2ന്റെ കണ്ടിന്യൂഷൻ ആണ് ബ്ലോക്ക് 3യിലും ആവർത്തിക്കുന്നത്. Unit 10 family, marriage and kinship, Unit 11 religion and society. ദെൻ ബ്ലോക്ക് 3യിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇന്ററാഗേറ്റിംഗ് സൊസൈറ്റിയുടെ 3യിൽ തന്നെ നമ്മൾ ബാക്കി ഭാഗങ്ങളായിട്ട് വരുന്ന സമയത്ത് റേസ് ആൻഡ് എത്നിസിറ്റി, Unit 13 പൊളിറ്റി ആൻഡ് സൊസൈറ്റി, Unit 14 എക്കണോമി ആൻഡ് സൊസൈറ്റി. ഓക്കെ, ദെൻ നമ്മളുടെ അടുത്ത സബ്ജക്റ്റ് ആണ് BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2. ഇതിനകത്ത് ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 1 എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് 4 യൂണിറ്റുകളാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. Unit 1 ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ്, Unit 2 ഫങ്ഷണലിസം, Unit 3 സ്ട്രക്ചറലിസം, Unit 4 കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്. ദെൻ നമ്മുടെ ബ്ലോക്ക് 2 പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 2 എന്നുള്ളതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് Unit 5 ഇന്റർപ്രറ്റീവ് സോഷ്യോളജി, Unit 6 സിംബോളിക് ഇന്ററാക്ഷനിസം. Then block 3 perspective in sociology 3 ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് Unit 7 ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്, Unit 8 ദളിത് പെർസ്പെക്റ്റീവ്സ്. ബ്ലോക്ക് 4 ഡിഫറൻസസ് ആൻഡ് ഡിബേറ്റ്സ് ഉള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് Unit 9 ഡിവിഷൻ ഓഫ് ലേബർ, ദുർഖൈം ആൻഡ് മാക്സ്. Then Unit 10 religion, Durkheim and Weber, and Unit 11 capitalism, Marx and Weber. Then Unit 12 social change and transformation. Then നമ്മളുടെ കോർ പേപ്പറിലെ അവസാനത്തെ സബ്ജക്റ്റ് ആണ് BSOC 104 സോഷ്യോളജി ഓഫ് ഇന്ത്യ 2. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ഐഡിയാസ് ഓഫ് ഇന്ത്യ. ഇതിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്നത് 5 യൂണിറ്റുകളാണ്. Unit 1 മൾട്ടിപ്പിൾ ഇമേജസ്, Unit 2 ഗാന്ധി ആൻഡ് അംബേദ്കർ, Unit 3 ideological images of India, Unit 4 ethnographic images of India, Unit 5 constitutional foundations. Then block 2 resistance, mobilization and change, Unit 6 mobility and change, Unit 7 ethnic movements in India, Unit 8 peasant movements in India, Unit 9 Dalit movements in India, Unit 10 women's movements in India, Unit 11 working class movements in India. Okay, then നമ്മളുടെ BSOC 104ന്റെ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി കണ്ടസ്റ്റിംഗ് ഐഡിയോളജിസ്റ്റ് എന്നുള്ളതാണ്. Unit 12 കമ്മ്യൂണലിസം, Unit 13 സെക്യുലറിസം ആൻഡ് Unit 14 നാഷണലിസം. ദെൻ നമ്മളുടെ മറ്റ് എലക്ടീവ് കോഴ്സസിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 ബ്ലോക്കുകളാണ്. അതിനകത്ത് ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ളതാണ്. ദെൻ ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്, ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ദെൻ ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസിനകത്ത് ആദ്യത്തെ ബ്ലോക്കിൽ 3 യൂണിറ്റുകളാണ് വരുന്നത്. Unit 1 അവർ എൻവയോൺമെന്റ്, Unit 2 എക്കോസിസ്റ്റംസ്, Unit 3 മേജർ എക്കോസിസ്റ്റംസ്. ദെൻ ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്, Unit 4 ലാൻഡ് വാട്ടർ റിസോഴ്സസ്, Unit 5 ഫോറസ്റ്റ് റിസോഴ്സസ്, Unit 6 ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസസ്, Unit 7 എനർജി റിസോഴ്സസ് എന്നുള്ളതാണ്. ദെൻ ബ്ലോക്ക് 3 ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് Unit 8 ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻസ്, Unit 9 എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്, Unit 10 വേസ്റ്റ് മാനേജ്മെന്റ്, Unit 11 ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. Then block 4 protecting our environmental policies and practices. ഇതിനകത്ത് വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് Unit 12 environmental legislation, Unit 13 human communities and environment, Unit 14 environmental ethics. Then നമ്മളുടെ BFSOയിൽ വരുന്ന സബ്ജക്റ്റുകളിനകത്ത് വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത് BEDSV 101 വാല്യൂ എഡ്യൂക്കേഷൻ. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 conceptual framework, block 2 changing culture and human values, block 3 theoretical foundations, block 4 social dynamics and value development, block 5 social linkages. Okay, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിനകത്ത് Unit 1 സോഷ്യൽ മാലേജ് ആൻഡ് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ,
Unit 2, Concept of Morality and Moral Education. Unit 3, Dimensions of Morality. Unit 4, Pillars of Democracy, Living in Peace and Harmony. Then Block 2, Changing Culture and Human Values. Unit 1, അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ദെൻ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് വാല്യൂസ് എൻറിച്ച്ഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി. ദെൻ കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ദെൻ ഡിസ്കസ് ചെയ്യുന്നത് വാല്യൂസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ. ദെൻ ബ്ലോക്ക് 3, തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 1, തിയറീസ് ഓഫ് ഗുഡ്നസ്. യൂണിറ്റ് 2, തിയറീസ് ഓഫ് കോണ്ടക്ട്. ഓക്കെ. Then Unit 3, reason and emotions in human conduct. Okay. Unit 4, character and personality. Then Block 4, social dynamics and value development. Unit അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ദെൻ വാല്യൂസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻസ്. ദെൻ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന മറ്റു യൂണിറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ലിങ്കേജസ് ആണ്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ആൻഡ് നെയ്ബർഹുഡ്. ദെൻ സ്കൂൾ ആൻഡ് പെയർ. ദെൻ യൂണിറ്റ് 3, റോൾ ഓഫ് പാരന്റ്സ്. യൂണിറ്റ് 4, ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്. ഓക്കെ. ഇത്രയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കോർ പേപ്പേഴ്സ് ആയിട്ട് നമ്മൾക്ക് വരുന്നത്. ഓക്കെ. ഇനി നമ്മളുടെ സബ്ജക്ട് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നമ്മുടെ ഗ്രാജുവേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓരോ വർഷവും നമുക്ക് പഠിക്കുന്ന സബ്ജക്റ്റുകളുടെ നമ്പേഴ്സിനനുസരിച്ചാണ് നമുക്ക് അസൈൻമെന്റ് ഉണ്ടാവുന്നത്. അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 8 സബ്ജക്റ്റുകളാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 8 സബ്ജക്റ്റുകളുടെയും അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അസൈൻമെന്റിന്റെ സബ്മിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ Jan 25 ജോയിൻ ചെയ്തിട്ടുള്ള ബാച്ച് അല്ലെങ്കിൽ Jan 25 ലേണേഴ്സ് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത്. അസൈൻമെന്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ സ്കൂൾ ഡേയ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മൾ അസൈൻമെന്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇഗ്നോനകത്ത് നമ്മൾ അസൈൻമെന്റ് തയ്യാറാക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡലാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാതൃകയിലാണ് നമ്മളുടെ അസൈൻമെന്റ് വരുന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറിക്കകത്തായിരിക്കും. അത് ഷോർട്ട് എസ്സേസും ഉൾപ്പെടുന്നത്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുന്നതായിരിക്കും നമ്മളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ അസൈൻമെന്റ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ അസൈൻമെന്റ് ഡ്യൂ ഡേറ്റ് കൂടാതെ തന്നെ നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഓരോ ലേണേഴ്സിന്റെയും അതാത് സ്റ്റഡി സെന്റേഴ്സിലാണ് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ നടത്തേണ്ടത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം നിങ്ങളുടെ ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട്, അതായത് യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിന് മുൻപായിട്ട്, എൻഡ് ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അസൈൻമെന്റ് എന്നുള്ളത് ഹാൻഡ് റിട്ടേൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് പ്രിന്റഡ് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അസൈൻമെന്റിനകത്ത് പാടില്ല. അസൈൻമെന്റിന്റെ ഒരു പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% നിങ്ങളുടെ അസൈൻമെന്റ്, ഓരോ അസൈൻമെന്റിൽ നിങ്ങൾ പാസ് മാർക്ക് നേടിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻഷിപ്പ് മറ്റും നമ്മുടെ ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യസമയത്ത് അതാത് സമയത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്കും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാവുന്നതാണ്. സോ അസൈൻമെന്റിന്റെ സമയങ്ങളിൽ അതാത് സമയത്ത് ഒരു ഡിലേ കൂടാതെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ദെൻ അസൈൻമെന്റ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മറ്റൊരിതാണ് ടേം ആൻഡ് എക്സാമിനേഷൻ. നമ്മളുടെ സോഷ്യോളജി കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇയർലി കോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സാം വരുന്നത് നമുക്ക് ഇയർലി ആണ്. ഓക്കെ. നമ്മളുടെ കോഴ്സിന്റെ 1 ഇയർ കംപ്ലീഷനിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾക്ക് ടേം ആൻഡ് എക്സാം വരുന്നത്. കാരണം നമ്മളുടെ സോഷ്യോളജി എന്നുള്ളത് ഇയർലി കോഴ്സ് ആയതുകൊണ്ട് നമ്മളുടെ 1 ഇയർ ഡ്യൂറേഷൻ 1 ഇയർ കംപ്ലീഷനിലാണ് നമ്മൾക്ക് എക്സാം വരുന്നത്. ഇപ്പോൾ ജനുവരിയിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജനുവരി ബാച്ചിലുള്ള ലേണേഴ്സിന്റെ എക്സാം എന്ന് പറയുന്നത് ഡിസംബറിലായിരിക്കും. അതേസമയം ജൂൺ സൈക്കിൾ അഡ്മിഷൻ എടുക്കുന്ന ജൂലൈ അല്ലെങ്കിൽ ജൂൺ അഡ്മിഷൻ എടുക്കുന്ന ലേണേഴ്സിന്റെ എക്സാം വരുന്നത് ജൂണിലോ ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA സോഷ്യോളജിയുടെ എക്സാം വരുന്നത്. എക്സാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പൽസറി ആയിട്ട് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാം രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയം മുതൽക്ക് നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് നിർബന്ധമായും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകളിൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതുവാനും
സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടെ ഓർക്കേണ്ടതുണ്ട്. ഇനി നമ്മളുടെ പരീക്ഷയിൽ മിനിമം എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് 40% മാർക്ക് പാസ് മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർബന്ധമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പരീക്ഷയിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പരീക്ഷ ഒരു പക്ഷേ നമ്മളുടെ അതാത് സൈക്കിളിനകത്ത് നമുക്ക് അത് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത സൈക്കിളിൽ വരുന്ന എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. സോ നമ്മളുടെ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഇല്ല. അതുകൊണ്ട് നമ്മളുടെ അസൈൻമെന്റും പരീക്ഷയുമാണ് നമ്മളുടെ കോഴ്സിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. സോ സോഷ്യോളജിക്കകത്ത് നിങ്ങളുടെ അസൈൻമെന്റും ടേം ആൻഡ് എക്സാംസും കൃത്യമായ രീതിയിൽ ചിട്ടയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സോഷ്യോളജിയിൽ നമുക്ക് നല്ല സ്കോർ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ നമ്മളുടെ ഫൈനൽ റിസൾട്ട്, നമ്മുടെ അസൈൻമെന്റിൽ നമ്മൾ പറഞ്ഞു 40% നിങ്ങൾ പാസ് മാർക്ക് അസൈൻമെന്റിലും ടേം ആൻഡ് എക്സാമിലേക്ക് നേടേണ്ടതുണ്ടെന്നുള്ള ഫൈനൽ റിസൾട്ട് നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റിൽ നിന്ന് നിങ്ങൾക്ക് 30%ഉം ദെൻ ടേം ആൻഡ് എക്സാമിൽ നിന്ന് 70% മാർക്കും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അസൈൻമെന്റും എക്സാമും എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അക്കാദമിക് ടൈം ടേബിൾ ആണ്. സോ നമ്മളുടെ അക്കാദമിക് ടൈം ടേബിൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അക്കാദമിക് ടൈം ടേബിൾ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള രാഗി മാഡത്തെ വെൽക്കം ചെയ്യുന്നു. രാഗി മാം. നമ്മളോട് സരിത മാം, നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്ട്സുകളാണ് പഠിക്കാനുള്ളത്, ആ സബ്ജക്ട്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞു. ഈ സബ്ജക്ട്സുകൾ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്താലാണ് നല്ല സക്സസ്ഫുൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചു തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ ടൈം ടേബിൾ പ്രകാരം മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം നമ്മൾ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നത് ഈ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആക്കിയിട്ട് നിങ്ങളുടെ ഈ തിരക്കുകളുടെ ഇടയിൽ ഈ എന്താ പറയാ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണ്ട. അയ്യോ ഞങ്ങൾക്ക് ഇത്ര ആയില്ലല്ലോ, പറ്റുന്നില്ലല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ യാത്ര തുടരുക. അതായത് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം നിങ്ങൾ എന്താവും, ഓക്കെ ആയിക്കൊണ്ടിരിക്കും, ഓക്കെ ആവും. സോ അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് February 3 കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ February 3 അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്ന് വരെ വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നാളെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിത്തത്തിലോട്ട് കിടക്കുക. അപ്പോൾ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സരിത മാമിന്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് സബ്ജക്ട് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ മുതലൊന്ന് ഒഫീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം 2 സമയം കൊടുത്തിട്ടുണ്ട്. കാലത്തൊരു 10:30 സമയത്ത് ഒരു ദിവസം 2 യൂണിറ്റുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കാലത്തൊരു 10:30 ടൈമും 7:30 ടൈമും. പക്ഷെ ഈ ടൈമിങ് നിങ്ങൾക്ക് ഇത് ഓക്കെ ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഇപ്പൊ പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അത് കഴിഞ്ഞ ശേഷം സൺഡേ നിങ്ങൾക്ക് എന്തില്ല, തന്നിട്ടില്ല, സബ്ജക്ട് പഠിക്കാനായിട്ട് അലോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് പ്രകാരം നിങ്ങൾ പഠിച്ചു പോവുക. ഇവിടെ എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സൺഡേസ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആ എവിടെയാണോ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോരായ്മകൾ വന്നിട്ടുള്ളത് സൺഡേസ് നിങ്ങൾ തീർക്കാൻ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് മൺഡേ നിങ്ങൾ വീണ്ടും പ്ലാനിങ് തുടങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം സൺഡേയിൽ നിങ്ങൾക്ക് എവിടേക്കാണോ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ മിസ്സായി പോയിട്ടുണ്ടോ അത് നിങ്ങൾ നോക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ February 3 നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി മൺഡേ നിങ്ങൾ കാലത്ത് പഠിക്കുന്നു. ഈവനിങ് നിങ്ങൾക്ക് 7:30 അതിന്റെ ലെസൺ 1 പഠിക്കുന്നു. അപ്പൊ ഈ കാലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പോസിബിൾ ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ ടൈം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, വൈകുന്നേരത്തെ ഒരു ടോപ്പിക് പഠിക്കാനും ആ ദിവസം കാലത്ത് കുറച്ച് നേരത്തെ എണീക്കുക. നിങ്ങൾ എണീക്കുന്ന സമയത്തിനേക്കാൾ ഒരു 1 hour മുമ്പേ എണീറ്റിട്ട് ആ 1 hour ഇരുന്നിട്ട് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാനും ശ്രമിക്കുക. ഇനി നിങ്ങളുടെ
ബ്ലോക്ക് 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് February 4 നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. വൺസ് ബ്ലോക്ക് 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ കാണാം റിവിഷൻ ടൈം, ലൈവ് സെഷൻ, സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതും എക്സ്ട്രാ ദിവസങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ദിവസങ്ങളിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഈ ഒരു കറക്റ്റ് ഡേ തന്നെ വരണമെന്നില്ല. മാക്സിമം സ്റ്റുഡൻസ് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യും? അതാത് ബ്ലോക്കിന്റെ ലൈവ് ആയിട്ടുള്ള റിവിഷൻ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും. ആ റിവിഷൻ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സൂമിലാണ്. നമ്മൾ റിവിഷൻ സെഷൻ കണ്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈവനിങ് ഒരു 7 മുതൽ 9 മണി വരെയുള്ള ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അതിൽ 1 അവർ ആണ് റിവിഷൻ സെഷൻ ഉണ്ടാവുക. റിവിഷൻ സെഷൻ ഉള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ ആ സെഷന്റെ ലിങ്കും സെഷന്റെ ടൈമിങ്ങും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ സെഷൻ റിവിഷൻ സെഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല. റിവിഷൻ സെഷന് നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സെഷനാണ് റിവിഷൻ സെഷൻ. പിന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ ബ്ലോക്ക് നിങ്ങൾക്ക് സമ്മപ്പ് ചെയ്ത് തരുന്നു. സ്ക്രീനിൽ വരയ്ക്കേണ്ട, അത് നമ്മൾ ഷെയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരുന്നതാണ്? ഷെയർ ചെയ്തിട്ട് നമ്മൾ തരുന്നതാണ്. അപ്പോ ഈ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ ഈ റിവിഷൻ സെഷൻ നിങ്ങൾ ഈ സെഷനുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെഷനിൽ ജോയിൻ ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടുകൾ ഉള്ളത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. അപ്പൊ അന്നേ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് എക്സ്ട്രാ കിട്ടുന്ന 4 ദിവസമാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിവിഷൻ സെഷനിൽ അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും പഠിച്ച് തീരാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് ഒരു 1 മന്തോളം നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. ഏപ്രിൽ, മാർച്ച്, ഏപ്രിൽ. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ഓഫ് ഇന്ത്യ ആണ്. ഇവിടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 2 കിടക്കുന്നുണ്ട്. പാർട്ട് 1 നിങ്ങൾക്ക് അവസാനിക്കുന്നത് 24 ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാർട്ട് 1 നിങ്ങളുടെ കംപ്ലീറ്റ് ആവണം. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ നിങ്ങൾക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് തരാണ്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു 6th മെയ് തൊട്ടിട്ട് അല്ലെങ്കിൽ മെയ് മാസം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിക്കൊണ്ട് വീണ്ടും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും ക്ലാസ്സുകൾ വീണ്ടും കാണണമെങ്കിൽ കാണാം. റിവിഷൻ സെഷൻസുകൾ വാച്ച് ചെയ്യണമെങ്കിൽ വാച്ച് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അസൈൻമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് എഴുതാം. അതേപോലെ തന്നെ ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് മോക്ക് എക്സാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? കൂടുതൽ നിങ്ങൾക്ക് അത് അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ എക്സാമിന് നിങ്ങൾക്ക് ഒരു പ്രഷറും ഇല്ലാതെ നിങ്ങൾക്ക് എക്സാമിന് സമീപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ എന്ത് വരുന്നത്? ടൈം ടേബിളിന്റെ ഒരു പാറ്റേൺ വരുന്നത്. ഈ ടൈം ടേബിൾ നിങ്ങളുടെ മെന്റർ സരിത മാം ത്രൂ നിങ്ങൾക്ക് എന്തായിരിക്കും? ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ടൈം ടേബിളിന്റെ ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകളാണ് നമ്മൾ തരുന്നത് എന്നുള്ളത് പറയാനായിട്ട് ഞാൻ സരിത മാമിനെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യാണ്. സരിത മാം. അപ്പൊ നമ്മളുടെ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേൺ വോയ്സ് നിങ്ങളുടെ ഒരു അക്കാദമിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓൾറെഡി ആപ്പ് എല്ലാം നോക്കിക്കഴിഞ്ഞ് ആപ്പ് നോക്കി ക്ലാസ്സസ് ഒക്കെ നോക്കിയ ആളുകളുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആപ്പിനകത്ത് ഏതൊക്കെ സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നിങ്ങളുടെ അക്കാദമിക് ജേർണിയിൽ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കോർ ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെയും വീഡിയോസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും കംപ്ലീറ്റ് ബ്ലോക്ക് വൈസ് ഉള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ദെൻ ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സസ് വരുന്നത് നിങ്ങൾക്ക് ഒരു ബ്ലോക്കിന് എൻറ്റയർ ഒരു ബ്ലോക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ലൈവ് സെഷൻസിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ലൈവ് സെഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറൻസിന് മറ്റുമായിട്ട് ഫാക്കൽറ്റിയുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറൻസിലും മറ്റും ഇന്ററാക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ ലേൺ വോയ്സിന്റെ ഫസ്റ്റ് സർവീസിൽ എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്.
ദെൻ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ്, ഓരോ ബ്ലോക്കിന്റെയും അതായത് ഓരോ യൂണിറ്റ് വൈസ് ഉള്ള വാല്യൂ ആഡഡ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ഓരോ ഭാഗവും പഠിക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് എന്ന് പറയുന്നത് എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ആണ്. നിങ്ങൾക്ക് പരീക്ഷയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്താണ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോ ഭാഗങ്ങളും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലെ ഭാഗങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ പറഞ്ഞ മറ്റൊന്നായിരുന്നു, നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമായിരുന്നു അസൈൻമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ കൃത്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകളുടെ എന്താണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അസൈൻമെന്റ് ഗൈഡ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളുടെയും വിത്ത് ആൻസറോട് കൂടി ആൻസർ ഗൈഡ് ബുക്ക് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് നമ്മുടെ ടേം ആൻഡ് എക്സാമിലേക്ക് കിടക്കുന്ന സമയങ്ങളിൽ നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് എന്നൊരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് നമ്മളുടെ പ്രീവിയസ് ഇയറിലുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള സെഷൻസ് ആയിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആപ്പിലും അതിൻ്റെത് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ദെൻ ഇഗ്നു മോഡൽ എക്സാം എന്നുള്ളതാണ്, അതായത് ഇഗ്നു യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന്റെ അതേ മാതൃകയിൽ തന്നെ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് ഇഗ്നു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് പരീക്ഷയുടെ ഒരു പേടിയോ അല്ലെങ്കിൽ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇഗ്നു മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഗ്നു എക്സാം ഹെൽപ്പ് ഡെസ്ക്, എക്സാം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇഗ്നു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതാണ്. ദെൻ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് EEP അഥവാ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഡെയിലി ഡേ ആക്ടിവിറ്റി എന്ന രീതിയിലായിരിക്കും. ഡെയിലി നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസ് അസൈൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ സെഷൻസ് ഉണ്ടായിരിക്കുക. വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അതോടൊപ്പം നമ്മുടെ അക്കാദമിക് കാര്യങ്ങൾ മാത്രമല്ലാതെ നിങ്ങൾക്ക് കരിക്കുലർ ഈവൻസ് കൂടെ നിങ്ങൾക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ദെൻ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് കൂടാതെ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സെഷൻസുകളും പ്രോഗ്രാംസും നമ്മുടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങളുടെ അക്കാദമിക് കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാം, നമ്മുടെ ലേൺ വൈസുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനും പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു അക്കാദമിക് ജേണിക്കകത്ത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ ഒപ്പം ലേൺ വൈസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഓക്കെ, നമ്മുടെ സെഷൻ 3 നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ടും ലേൺ വൈസ് നിങ്ങൾക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ അടുത്തെന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ലേൺ വൈസിന്റെ സർവീസസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അടുത്തത് ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെഷന്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതുവരെ എടുത്ത സെഷന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കൂ കേട്ടോ. അതിനുള്ള ഒരു സ്പേസ് ആണേ, നമ്മൾ അതിനൊരു പാർട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ബുക്സ് എല്ലാം എപ്പോഴാണ് കിട്ടുക? ഓക്കെ, നിങ്ങൾക്ക് നമ്മളുടെ ബുക്സ് കിട്ടാനായിട്ട് ഒരു മിനിമം 2 months എങ്കിലും എടുക്കും കേട്ടോ. നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 മാസമെങ്കിലും നമുക്ക് ടെക്സ്റ്റ് കിട്ടാനായിട്ട് സമയമെടുക്കും. നമ്മൾ ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നു ഡയറക്റ്റ് നിങ്ങൾക്ക് കൊറിയർ ആയിട്ടായിരിക്കും വരുന്നത്. സോ അതിന് ഒരു കാലതാമസം ഉണ്ടായിരിക്കും. മിനിമം നമ്മളൊരു 2 months എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അപ്പൊ സരിത നിങ്ങൾ മാം, ഈ ടെക്സ്റ്റിന്റെ ഒരു കാലതാമസം വരുന്നോണ്ട് തന്നെ ഇഗ്നോ ഒരു ഓൾട്ടർനേറ്റീവ് തന്നിട്ടുണ്ട്. ടെക്സ്റ്റിന്റെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിലേ വരുന്നോണ്ട് തന്നെ. അപ്പോൾ ആ ടെക്സ്റ്റ് വരുന്നവരെ മാക്സിമം സോഫ്റ്റ് കോപ്പി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ആപ്പിൽ നമ്മൾ അതിന്റെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. നിങ്ങൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ നമ്മളൊരു ഫയൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, SLM എന്നുള്ളത്. അത് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ സോഫ്റ്റ് കോപ്പി ആണ്. ഓക്കെ,
അപ്പോൾ മാക്സിമം നിങ്ങൾ അത് ഉപയോഗിച്ച് വായിക്കുക. ടെക്സ്റ്റിന്റെ ഒരു കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം മുടങ്ങരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒരു ഫെമിലിയർ ആവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ SLM പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് SLM വായിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഷന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് ഡീകോഡിങ്ങും മറ്റു കാര്യങ്ങളും, സബ്ജക്ട് ഡീകോഡിങ്, അസൈൻമെന്റ്സ്, ദെൻ ടേം ആൻഡ് എക്സാമിന്റെ ഒരു സിസ്റ്റം, ദെൻ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, ഇത്രയും കാര്യങ്ങൾ, ടൈം ടേബിൾ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. സോ നമുക്ക് നമ്മളുടെ ആക്ഷൻ ടാസ്ക്, നമ്മുടെ ഓരോ സെഷൻ കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഓറിയന്റേഷന്റെ സെഷൻ 1ലും 2ലും നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെഷൻ 3ലും നമ്മൾ ആക്ഷൻ ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ആക്ഷൻ ടാസ്ക് പറയുന്നതിനായിട്ട് രാഖി മാം റെഡിയാണ്. രാഖി മാം, ഒരു മിനിറ്റ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് ചെയ്ത് എനിക്ക് അയച്ചു തരേണ്ടതാണ് കേട്ടോ. ഓക്കെ, എന്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? ആണ്. ഇന്നത്തെ ആക്ഷൻ ടാസ്കിലോട്ട് പോവാം. ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ട് 8 കോഴ്സസ് ആണ് ഉള്ളത്. അപ്പൊ ഈ 8 കോഴ്സസ് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ TV-യിലൊക്കെ കാണാം, ഓരോ പ്രൊഡക്റ്റിന്റെ ഒക്കെ ടാഗ് ലൈനുകൾ കാണാം, അല്ലെങ്കിൽ സ്ലോഗൻ കാണാം. ഇപ്പൊ ചിലപ്പോൾ സ്ഥാപനങ്ങളുടെ ആയിരിക്കാം, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് ടാഗ് ലൈനുകൾ നമുക്കുണ്ട്. ബാങ്ക്, അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ 8 സബ്ജക്ട് നിങ്ങൾ എന്താന്ന് കരുതുക, ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കരുതിക്കൊണ്ട് ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ അഡ്വർടൈസ് ചെയ്യുകയാണെങ്കിൽ, അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് കരുതണേ, അതിനൊരു സബ്ജക്റ്റ് ആയിട്ടല്ല കരുതേണ്ടത്. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കുറച്ച് ഒന്നെങ്കിൽ ഒരു സ്ലോഗൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടാഗ് ലൈൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് നോട്ട് ആയാലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മെൻറ്റർ ആയിട്ടുള്ള സരിത മാമിന് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, അയച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ വോയിസ് നോട്ട് ആണെങ്കിലും മിനിമം എന്ത് ചെയ്യുക, 30 സെക്കൻഡ്സ് ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. പിന്നെ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ടീച്ചർ ആണെന്ന് സ്വയം സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിലെ ഏത് സബ്ജക്റ്റ് ആയിരിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ ആ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്, ആ സബ്ജക്ട് ഏതാണ് ചൂസ് ചെയ്യുന്നത്, പ്ലസ് അത് ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണെന്നും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഈ 2 കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം, അല്ലെങ്കിൽ വോയിസ് നോട്ട് ആയിട്ടാണ് അയക്കണമെങ്കിൽ ആ ടാഗ് ലൈനും കാര്യങ്ങളും വോയിസ് നോട്ടായിട്ട്, മലയാളത്തിൽ മതി, ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ മാർക്കറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എഴുതാൻ പറ്റുക, ആ രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനിപ്പോ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് നിങ്ങൾ കരുതണ്ട കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് വരുന്ന ടാസ്ക്. അപ്പൊ നിങ്ങൾക്ക് 8 കോഴ്സിന്റെ പരമാവധി 8 കോഴ്സിനോട് ടാഗ് ലൈൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മാർക്ക് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഫസ്റ്റ് സെമ്മലത്തെയോ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ മാത്രമായിട്ടോ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ചെയ്യാതിരിക്കരുത്, മാക്സിമം ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു മാം. അപ്പോൾ സോ ഇന്നത്തെ സെഷനിലെ നമ്മൾ ടാസ്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ടാസ്ക് ചെയ്ത് കൃത്യമായിട്ട് എനിക്ക് അയച്ചു തരിക. അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന ലാംഗ്വേജിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെഷൻ 3 ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമുക്കിനി സെഷൻ 4 ഉണ്ട്. നമുക്ക് 10 സെഷനുകളായിട്ട് നടക്കുന്ന നമ്മുടെ സെഷനിലെ സെഷൻ 3 ആണ് ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ബാക്കി 7 സെഷൻസ് കൂടെ നമുക്ക് അപ്കമിങ് ആണ്. സോ എല്ലാ സെഷനിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. നിങ്ങൾക്ക് നമ്മുടെ IGNOU യൂണിവേഴ്സിറ്റിയുമായിട്ടും നമ്മുടെ ലേൺ വൈസുമായിട്ടുള്ള എല്ലാ അക്കാദമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന സെഷൻസ് ആണ് നമുക്ക് ഇനി വരുന്നത്. സോ എല്ലാ സെഷൻസിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അക്കാദമിക് കാര്യങ്ങളുടെ ഇൻവോൾവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ എനിവേ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.